ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി പാവയ്ക്ക അച്ചാറാണ്. അപ്പോൾ ഞാൻ ആദ്യം പാവയ്ക്ക നന്നായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുത്ത് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ മാറ്റി വയ്ക്കണം. അതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ഞാനതിൽ ഉപ്പും വിനീഗറും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടിയിട്ട് അത് കുറച്ച് സമയം ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇപ്പോൾ നന്നായിട്ട് അതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നന്നായിട്ട് കൈകൊണ്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വെള്ളം മൊത്തം വാർത്തെടുക്കണം. നന്നായിട്ട് ഫുള്ള് വെള്ളവും പോകണം. ഫുള്ള് വെള്ളവും മാറ്റി വെച്ച് പിന്നെ മറ്റൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ പാത്രം എന്തെങ്കിലും എടുക്കുക. അതിലേക്ക് നല്ലെണ്ണ, ആവശ്യത്തിന് നല്ലെണ്ണ പറഞ്ഞാൽ എള്ളെണ്ണയാണ്. നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന എണ്ണ വേണം എടുക്കാൻ. അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ വാർത്ത് വെച്ചിട്ടുള്ള പാവയ്ക്ക വറുത്തെടുക്കാം. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മാറ്റി വെച്ച പാവയ്ക്ക എടുത്തിട്ട് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാൻ പോവാണ്. ഞാൻ മാറ്റി വെച്ച എല്ലാ പാവയ്ക്കും കുറച്ചായിട്ട് ഇട്ടിട്ട് അതൊന്ന് നന്നായി വറുത്ത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ വറുത്തെടുത്തിട്ട് അതൊന്ന് കോരി മാറ്റി വയ്ക്കണം. ഇപ്പോൾ എല്ലാ പാവയ്ക്കും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇതേ നിറമാകുമ്പോഴാണ് മാറ്റേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പകുതി കയ്പും പോയിട്ടുണ്ടാവും. അതിനുശേഷം ഞാൻ മറ്റൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ എടുത്തിട്ട് ഉലുവ നന്നായി ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കാനുണ്ട്. ഞാൻ അതിന് വേണ്ടിയിട്ട് ആദ്യം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ്. ഉലുവയെല്ലാം നന്നായി വറുത്ത് വന്നിട്ടുണ്ട്. ഈ കളറാകുന്ന സമയത്ത് ഇതെനിക്ക് പൊടിച്ചെടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചു. അതിനുശേഷം നേരത്തെ കുക്ക് ചെയ്ത് വെച്ച എണ്ണയിൽ തന്നെ കുറച്ചുകൂടെ നല്ലെണ്ണ, ബാലൻസുള്ള നല്ലെണ്ണയും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി മുറിച്ച് വെച്ചതും കൂടെ ഇട്ടിട്ട് അതും ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. അതിനിടയിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ അതിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ നന്നായിട്ടൊന്ന് വറുത്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് മുളക് പൊടി, കാശ്മീരി ചില്ലി ആണെങ്കിൽ അത് ഉപയോഗിക്കാം. എരിവ് നോക്കിയിട്ട് എത്ര എരിവാണോ ആവശ്യമുള്ളത് അതിനനുസരിച്ച് മുളക് പൊടി ഇടണം. ഇപ്പോൾ ഞാനൊരു വലിയ ടേബിൾ സ്പൂണിൽ 2 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഈ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനിടയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫ്ലെയിം ഓഫ് ചെയ്തില്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്ത് സിമ്മിലിട്ടിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഈ മുളക് പൊടിയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഞാൻ പുളി പിഴിഞ്ഞെടുത്തതും കൂടെ ഒഴിക്കുന്നുണ്ട്. നല്ല കട്ടിയിലാണ് ഞാൻ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. കുറച്ച് ഒഴിച്ച് നോക്കുക. അതിനുശേഷം പുളിപ്പ് നോക്കി അവസാനം വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ 2 നാരങ്ങയുടെ അളവിലുള്ള പുളിയാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളത്. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ പുളിയൊക്കെ ഒന്ന് തിളച്ചൊന്ന് വറ്റി കുറുകി വരണം. ഈ പുളിയൊക്കെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഞാൻ വെല്ലം പൊടിച്ചതും കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് വെല്ലം ഇട്ടാൽ മതി. ഇതിൻ്റെ പുളിപ്പും എരിവും കയ്പും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെല്ലം പൊടിച്ചതും അതിൻ്റെ കൂടെ ഉലുവപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടിയും കൂടെ ഞാൻ കുറച്ച് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം. നന്നായിട്ട് ഇളക്കി തിളപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായി തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ അതിലേക്ക് നേരത്തെ വറുത്ത് കോരി വെച്ച പാവയ്ക്കയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പോ മധുരം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചുകൂടെ വെല്ലം പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് കുറച്ച് മധുരം കുറവായിട്ട് തോന്നി, കുറച്ച് പുളിപ്പും കൂടുതലായിട്ട് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് വെല്ലവും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതിൽ എണ്ണയൊക്കെ വേറെ വിട്ട് വരുന്നുണ്ട്. ആ പരുവാകുന്നത് വരെ ഇളക്കി കൊടുക്കണം. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അമ്മയ്ക്ക് കൊടുക്കാം. നോക്ക് എങ്ങനെയുണ്ടമ്മ? ആക്ഷൻ തൊടാണ്ട് കാര്യം പറ. അടിപൊളി ഉണ്ടോ? പുളിപ്പൊക്കെ കറക്റ്റാണ്, മധുരമൊക്കെ കറക്റ്റാണ്. പറ്റും. നന്നായിട്ടുണ്ടോ? ശരി, അപ്പോൾ ബൈ. അങ്ങനെ നമ്മുടെ പാവയ്ക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്കൊരു ഭരണിയിലേക്ക് മാറ്റിയിട്ട് എടുത്തു വയ്ക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.